നമസ്കാരം, എല്ലാവർക്കും ഇലക്ട്രിക്കലിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആംഗുലർ ഫ്രീക്വൻസി, അതിനുശേഷം നമ്മൾ ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, പിന്നെ AC വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാനുള്ള 4 ഇക്വേഷൻസ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ പഠിച്ച ടേംസുമായി ബന്ധപ്പെട്ട 2 പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് ആംഗുലർ ഫ്രീക്വൻസിയാണ്. ആംഗുലർ ഫ്രീക്വൻസി നമ്മൾ സാധാരണയായിട്ട് ഒമേഗ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, എന്താണ് ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഇപ്പൊ നോക്കൂ, ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് പറയാ എത്രയാണ്? 360 ഡിഗ്രി എന്നാണ് പറയുക, അല്ലെ? ഒരു ഹൗസ് സൈക്കിൾ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി എന്നാണ് പറയുക. ഓക്കെ, നമ്മൾ റേഡിയൻസിൽ പറയുമ്പോൾ, ഇലക്ട്രിക്കൽ റേഡിയൻസിൽ പറയുമ്പോൾ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ 2π റേഡിയൻസ് എന്നാണ് പറയാ. 2π റേഡിയൻസ് എന്നാണ് പറയാ. ഇവിടെ പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. മനസ്സിലായോ? അപ്പൊ 2π എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 × 180 ഡിഗ്രി. അപ്പൊ എത്ര കിട്ടും? 360 ഡിഗ്രി എന്ന് കിട്ടും. അതാണ് നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ 2π റേഡിയൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി എന്താണ് ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് എന്നാണ്, അല്ലെ? അപ്പൊ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 2π റേഡിയൻസ് എന്ന് പറയുന്നു. ഇനി എന്താണ് നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്? നമുക്ക് എന്ത് പറയാം? ഫ്രീക്വൻസി എന്ന് പറയാം, അല്ലെ? അപ്പോൾ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ വരിക? 2π × f. മനസ്സിലായോ? ഇനി ഇവിടെ നോക്കൂ, ഈ ഇക്വേഷൻ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു എന്താ വരിക? ഒമേഗ ബൈ 2π. മനസ്സിലായോ? അപ്പോൾ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി എക്സ്പ്രസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ റേഡിയൻസ് പെർ സെക്കൻഡ്. മനസ്സിലായോ? ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി എക്സ്പ്രസ്ഡ് ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പോൾ റേഡിയൻസ് എന്ന് പറയുന്നതാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ 2π റേഡിയൻസ് എന്നാണ് പറയുക. അപ്പൊ 2π സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ നോക്കൂ. ദി ആംഗുലർ ഫ്രീക്വൻസി ഓഫ് എ സിഗ്നൽ ഈസ് 1000π. ഫൈൻഡ് ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? തന്ന ടേംസ് എഴുതി വെക്കാം. തന്ന ടേംസ് എന്ന് പറയാനില്ല, ആകെ ഒരു ടേം മാത്രമേ തന്നിട്ടുള്ളൂ, അല്ലെ? അതായത് ഒമേഗ ഈസ് ഈക്വൽ ടു എന്താണ്? 1000π, അല്ലെ? ഇനി നമുക്ക് എന്താ കാണണം? ഫ്രീക്വൻസിയും കാണണം, ടൈം പീരീഡും കാണണം. നമുക്കറിയാം ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഈസ് ഈക്വൽ ടു എന്താണ്? 2πf, അല്ലെ? ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് ചെയ്യണം? ഈ 2π സമത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഇവിടെ ആരുണ്ട്? ഒമേഗ ഉണ്ട്, അല്ലെ? അപ്പൊ ഒമേഗ ബൈ എന്ത് വരും? 2π എന്ന് വരും. അതായത് ഫ്രീക്വൻസി f ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π, അല്ലെ? ഇനി നമുക്ക് എന്തറിയാം? ഒമേഗയുടെ വാല്യൂ അറിയാം. എത്രയാണ്? 1000π. അപ്പൊ 1000π ഡിവൈഡഡ് ബൈ 2π. അപ്പൊ എന്താ കിട്ടുക? പയ്യും വെട്ടിപ്പോയി. 1000/2 എന്ത് കിട്ടും? 500 ഹെഡ്സ് എന്ന് കിട്ടും, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫ്രീക്വൻസി കിട്ടി. ഇനി ടൈം പീരീഡ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? എങ്ങനെ ടൈം പീരീഡ് കാണുക? ടൈം പീരീഡ് t ഈസ് ഈക്വൽ ടു 1/f, അല്ലേ? അപ്പൊ എന്താ കിട്ടുക? 1/f നമുക്ക് കിട്ടി 500. അപ്പൊ എന്ത് കിട്ടും? 0.002 സെക്കൻഡ്സ് എന്ന് കിട്ടും. അല്ലെങ്കിൽ എന്ത് പറയാം? 2 മില്ലി സെക്കൻഡ് എന്നും പറയാം, അല്ലെ? അതായത് 0.002 സെക്കൻഡ് നമുക്ക് വേണമെങ്കിൽ മില്ലി സെക്കൻഡ് ആക്കാം. എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? 2 മില്ലി സെക്കൻഡ് എന്ന് കിട്ടും. മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, പക്ഷെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു ടേം മാത്രമേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ, അല്ലെ? 2 ടേംസ് കണ്ടുപിടിക്കും വേണം. മനസ്സിലായോ? ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലാക്കുക. നമുക്കിനി ഈ ഭാഗത്ത് 2 ടേംസ് കൂടി പഠിക്കാനുണ്ട്. അത് ഒന്ന് ഫോം ഫാക്ടർ ആണ്, രണ്ടാമത്തെ പീക്ക് ഫാക്ടർ ആണ്. എന്താണ് ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ബിറ്റ്വീൻ RMS വാല്യൂ ടു ദി ആവറേജ് വാല്യൂ. It is defined as the ratio between RMS value to the
ആവറേജ് വാല്യൂ. അപ്പോൾ നമുക്കറിയാം VRMS ആണെങ്കിൽ VRMS കാണുന്ന ഇക്വേഷൻ എന്താണ്? VM/√2 അല്ലേ? ആവറേജ് വാല്യൂ കാണുന്ന ഇക്വേഷൻ എന്താണ്? V average is equal to 2VM/π അല്ലേ? നമുക്കറിയാം VM/√2 എന്ന് പറയുമ്പോൾ എന്താണ്? 0.707 VM എന്നാണ് അല്ലേ? അതുപോലെ തന്നെ ആവറേജ് വാല്യൂ 2VM/π നമുക്ക് എങ്ങനെ എഴുതാം? 0.637 VM എന്ന് എഴുതി വെക്കാം അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഈ വാല്യൂസ് കൊടുത്തു നോക്കാം. അപ്പൊ എന്താ കിട്ടുക? ഫോം ഫാക്ടർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? VRMS എന്നാണ്. അപ്പൊ എന്ത് പറയാം? 0.707 VM ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ 0.637 VM അല്ലേ? വിഎമ്മും കട്ട് ചെയ്ത് പോയി. അപ്പൊ എന്താ കിട്ടുക? 0.707 ഡിവൈഡഡ് ബൈ 0.637 എത്ര കിട്ടും? 1.11 എന്ന് കിട്ടും. യൂണിറ്റ് ഇല്ല അല്ലേ? അപ്പൊ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 1.11. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഓക്കെ, എന്താണ് പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ബിറ്റ്വീൻ മാക്സിമം വാല്യൂ ടു ദി RMS വാല്യൂ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ബിറ്റ്വീൻ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ എന്താ പറയാം? പീക്ക് വാല്യൂ ടു ദി RMS വാല്യൂ. അതായത് പീക്ക് ഫാക്ടർ ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞത്? പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ അല്ലേ? പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ VM ഡിവൈഡഡ് ബൈ RMS എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം? VM/√2 എന്ന് പറയാം. ഇനി എങ്ങനെ ഇത് സിംപ്ലിഫൈ ചെയ്യുക? ഈസ് ഈക്വൽ ടു VM ഡിവൈഡഡ് ബൈ VM ഇൻറ്റു 1/√2 എന്ന് എഴുതാം അല്ലേ? ഈ വിഎമ്മും കട്ട് ചെയ്ത് പോയി. അപ്പൊ എന്താ ഉണ്ടാവുക? 1 ഡിവൈഡഡ് ബൈ 1/√2. എത്ര കിട്ടും നമുക്ക്? 1/√2 നമ്മൾ ഈ ബൈയുടെ മോളിക്ക് വരുമ്പോൾ എന്താവും? √2 ആവും അല്ലേ? √2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 1.41 അല്ലേ? ഇവിടെ നോക്കൂ, √2 കിട്ടി. √2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.41 അല്ലേ? നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ആൾട്ടർനേറ്റ് വോൾട്ടേജ് ഇക്വേഷൻ. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ആൾട്ടർനേറ്റ് വോൾട്ടേജ് ഇക്വേഷൻ. ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് V ഈസ് ഈക്വൽ ടു VM സൈൻ തീറ്റ എന്നാണ്. ഇവിടെ സ്മോൾ v എന്ന് പറഞ്ഞാൽ എന്താണ്? AC വോൾട്ടേജ് ആണ് അല്ലേ? നമ്മൾ AC വോൾട്ടേജിനെയും AC കറണ്ടിനെയും റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്മോൾ v ഈസ് ഈക്വൽ ടു VM സൈൻ തീറ്റ. ഇനി ശ്രദ്ധിക്കുക, തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി ആണ്. തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ തീറ്റ എന്ന് പറയുന്ന ടേമിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഒമേഗ ടി കൊടുക്കാം. അപ്പൊ എന്താ കിട്ടുക? V ഈസ് ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി അല്ലേ? VM സൈൻ ഒമേഗ ടി. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഒമേഗ എന്ന് പറഞ്ഞ എന്താണ്? ആംഗുലർ ഫ്രീക്വൻസി ആണ് അല്ലേ? അപ്പോൾ ഒമേഗയുടെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഒമേഗ ഈസ് ഈക്വൽ ടു 2πf അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒമേഗയുടെ വാല്യൂ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടും. അപ്പൊ എന്താണ് മൂന്നാമത്തെ ഇക്വേഷൻ വരിക? AC വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു VM സൈൻ. ഇനി എന്ത് ചെയ്യുക? ഈ ഒമേഗയ്ക്ക് പകരം നമുക്ക് 2πf എന്ന് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? 2πf ഇൻറ്റു സ്മോൾ ടി അല്ലേ? ഇവിടുത്തെ ഈ ഒമേഗ ടിയിലെ ടി ആണ് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/t ആണ്. ശ്രദ്ധിക്കണം, ഇവിടുത്തെ ടി എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ് ടി, മറ്റേത് ടോട്ടൽ ടൈം ആണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ മൂന്നാമത്തെ ഇക്വേഷനിൽ എന്ത് ചെയ്യാം? ഫ്രീക്വൻസിക്ക് പകരം എഫിന് പകരം 1/t എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് നാലാമത്തെ ഇക്വേഷൻ കിട്ടും. അപ്പൊ എന്താ കിട്ടുക? V ഈസ് ഈക്വൽ ടു VM സൈൻ. ഇനി എന്ത് ചെയ്യുക? 2π അവിടെ ഉണ്ട് അല്ലേ? ഇനി എന്താണ്? എഫിന് പകരം 1/t കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? 2π/t ഇൻറ്റു എന്ത് വരും? സ്മോൾ ടി. ഇതാണ് നാലാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഏതൊക്കെയാണ് നാല് ഇക്വേഷൻസ്? ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? V ഈസ് ഈക്വൽ ടു VM സൈൻ തീറ്റ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? V ഈസ് ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി. ഇനി മൂന്നാമത്തെ ഇക്വേഷനോ? V ഈസ് ഈക്വൽ ടു VM സൈൻ 2πf ഇൻറ്റു ടി. ഓക്കെ, ഇനി നാലാമത്തെ ഇക്വേഷനോ? V ഈസ് ഈക്വൽ ടു VM സൈൻ 2π/t ഇൻറ്റു സ്മോൾ ടി.
മനസ്സിലായോ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഇവിടെ നമ്മൾ വോൾട്ടേജ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇനി എ സി കറന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ വിക്ക് പകരം നമ്മൾ ഐ എന്ന് കൊടുക്കുക, വി എമ്മിന് പകരം എന്തായിരിക്കും, ഐ എം ആയിരിക്കും. അപ്പൊ എങ്ങനെ വരിക നോക്കൂ, ഒന്നാമത്തെ ഇക്വേഷൻ എ സി കറന്റ് ഐ ഈസ് ഈക്വൽ ടു എന്ത് പറയാം, ഐ എം സൈൻ തീറ്റ. ഇതാണ് ഒന്നാമത്തെ കറണ്ട് ഇക്വേഷൻ വരുന്നത്. ഇനി എങ്ങനെ എങ്ങനെ വരിക, ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി അല്ലേ. ഇനി മൂന്നാമത്തെ ഇക്വേഷനോ ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ എന്ത് വരും, 2πf ഇൻറ്റു ടി അല്ലേ. ഇനി നാലാമത്തെ ഇക്വേഷനോ ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ 2π/t ഇൻറ്റു സ്മോൾ ടി. അപ്പൊ എന്താ ഡിഫറൻസ്, ഇവിടെ വിക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ സ്മോൾ ഐ കൊടുത്തു, ഇവിടെ വി എമ്മിന് പകരം ഐ എം കൊടുത്തു. ആ ഒരു മാറ്റേ ഉള്ളൂ. അപ്പൊ എ സി വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ 4 എണ്ണാണ്. അതേപോലെ തന്നെ എ സി കറന്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻസ് വെച്ചുകൊണ്ട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ഈ പ്രോബ്ലം നോക്കൂ. An alternating current is given by the equation I is equal to 50 sin 628t. Find maximum value, peak value, frequency and time period. 4 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ നോക്കാം. എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്, ഒരു ഇക്വേഷൻ ആണ്. അതായത് I is equal to 50 sin 628t അല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനുമായിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി അല്ലേ. അപ്പൊ ഈ 2 ഇക്വേഷനും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 2 ടേമുകളുടെ വാല്യൂസ് കിട്ടും. അതായത് നോക്കൂ, ഇവിടെ ഐ എം എന്ന് പറയുന്ന ടേമിന്റെ സ്ഥാനത്ത് ഇവിടെ 50 ആണ് അല്ലേ. എന്താണ് ഐ എം എന്ന് പറഞ്ഞാൽ മാക്സിമം കറന്റ് ആണ് അല്ലേ. അതാണ് ഈ ക്വസ്റ്റ്യനിൽ ഒന്നാമത് കാണാൻ പറ്റുള്ളത്, മാക്സിമം വാല്യൂ. അതായത് ഐ എം ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി, 50 ആംബിയർ എന്ന് കിട്ടി. കറന്റ് ആയതുകൊണ്ട് നമുക്ക് ആംബിയറിലാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത് അല്ലെ. ഇനി നോക്കൂ, ഒമേഗയുടെ സ്ഥാനത്താണ് 628 അല്ലെ. അപ്പൊ ഒമേഗ ഈസ് ഈക്വൽ ടു 628 എന്ന് കിട്ടി. മനസ്സിലായോ? ഇനി നോക്കൂ, നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുള്ളത്, പീക്ക് ടു പീക്ക് വാല്യൂ അല്ലെ. ആദ്യം കാണാൻ പറ്റുന്നത് മാക്സിമം വാല്യൂ ആണ്. അപ്പൊ നമുക്ക് മാക്സിമം വാല്യൂ കിട്ടി എത്രയാണ്, ഐ എം ഈസ് ഈക്വൽ ടു 50 ആംബിയർ. ഇനി രണ്ടാമത് കാണാൻ പറ്റുന്നത് പീക്ക് ടു പീക്ക് വാല്യൂ ആണ്. അപ്പൊ പീക്ക് ടു പീക്ക് വാല്യൂ ഈസ് ഈക്വൽ ടു എന്താണ്, 2 ഇൻറ്റു ഐ എം എന്നാണ് നമ്മൾ പറയുക അല്ലെ. അപ്പൊ എത്ര കിട്ടുക, 2 ഇൻറ്റു 50 എത്ര കിട്ടും, 100 ആംബിയർ എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ രണ്ടാമത്തെ ടൈമിന്റെ ആൻസർ ആയി എത്രയാ, 100 ആംബിയർ. ഇനി കാണാൻ പറ്റുന്നത് ഫ്രീക്വൻസി ആണ്, ടൈം പീരീഡ് ആണ്. നമുക്ക് ഒമേഗയുടെ വാല്യൂ അറിയാം 628 അല്ലെ. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കറിയാം ഒമേഗ ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ, 2πf എന്നാണ്. ഇത് നമുക്ക് ഫ്രീക്വൻസി കണ്ടുകൂടെ. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു, അതായത് ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിൽ ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എത്രയാ ഒമേഗയുടെ വാല്യൂ, 628. അപ്പൊ 628 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14 ഈസ് ഈക്വൽ ടു 628 ഡിവൈഡഡ് ബൈ 6.28 എത്ര കിട്ടും, 100 എന്ന് കിട്ടും. 100 എന്താണ്, ഹെഡ്സ് ആണ് അല്ലേ. അപ്പൊ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 100 ഹെഡ്സ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് ടൈം പീരീഡ് ആണ്. അപ്പൊ എങ്ങനെ ടൈം പീരീഡ് കാണുക, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ ആണ്. അതായത് ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 1/f അല്ലെ. എഫ് നമുക്ക് കിട്ടി 100 ഹെഡ്സ് ഈസ് ഈക്വൽ ടു എന്താ വരിക, 1/100. എത്ര ഹരിക്കുമ്പോൾ കിട്ടുക, 0.01 സെക്കൻഡ്സ് എന്ന് കിട്ടും അല്ലെ. ഇപ്പൊ നമുക്ക് 4 ടേംസിന്റെയും ആൻസർ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ കൺക്ലൂഡ് ചെയ്യണം. അപ്പൊ എങ്ങനെ എഴുതുക, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, മാക്സിമം വാല്യൂ അല്ലെ. അപ്പൊ എഴുതണം മാക്സിമം വാല്യൂ ഈസ് ഈക്വൽ ടു എത്രയാണ്, 50 ആംബിയർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, പീക്ക് ടു പീക്ക് വാല്യൂ അല്ലെ. അപ്പൊ എന്താ എഴുതുക, പീക്ക് ടു പീക്ക് വാല്യൂ ഈസ് ഈക്വൽ ടു 100 ആംബിയർ. പിന്നെ കാണാൻ പറ്റുന്നത് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 100 ഹെഡ്സ്. പിന്നെ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 0.01 സെക്കൻഡ്സ്. അപ്പോൾ അത് എങ്ങനെ ചെയ്ത് മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഇതേപോലത്തെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് ഇക്വേഷനുമായിട്ട് തന്ന ഇക്വേഷനെ കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ടേംസ് കിട്ടും. ഓക്കെ,
ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ആദ്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ആംഗുലർ ഫ്രീക്വൻസിയാണ് അല്ലേ? ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ യൂണിറ്റ് എന്താണ്, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലവും നമ്മൾ ചെയ്തു നോക്കി അല്ലേ? അതിനുശേഷം നമ്മൾ ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അല്ലേ? അവസാനം നമ്മൾ എന്താ പഠിച്ചത്? എ സി വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാനുള്ള 4 ഇക്വേഷൻസ് പഠിച്ചു അല്ലേ? അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലവും ചെയ്തു നോക്കി. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.